കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിലേറിയാൽ താലിബാനിസമാകും രാജ്യത്ത് നടപ്പാക്കുകയെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വിഭജനമാണ് കോൺഗ്രസിന്റെ അജണ്ട, മതവും ജാതിയുമല്ല, രാജ്യമാണ് ബിജെപിക്ക് പ്രധാനമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഉത്തർപ്രദേശിലെ മൈൻപുരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിനെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശനം ഉന്നയിച്ചത്. കോൺഗ്രസ് സമാജ്വാദി സഖ്യം രാജ്യം ഭരിച്ചാൽ താലിബാനിസമായിരിക്കും നടപ്പാക്കുകയെന്നും കോൺഗ്രസ് രാജ്യത്തെ വീണ്ടും വിഭജനത്തിലേക്ക് തള്ളിവിടുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. മുഴുവൻ മുസ്ലിമുകൾക്കും സംവരണം നൽകണമെന്ന കോൺഗ്രസ് നിലപാട് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് जानबूझ करके देश का इस्लामीकरण करने की नियत से देश के अंदर तालिबानी शासन की व्यवस्था लागू करने की दिशा से देश को फिर से विभाजन की ओर धकेलने का कुत्सित प्रयास कर रही है। बहनों और भाइयों, एक तरफ यह आपके आरक्षण पर सेंध लगाने का काम कांग्रेस और सपा के लोग करेंगे और दूसरी तरफ ये क्या कहते हैं अल्पसंख्यकों को उनकी रुचि के अनुरूप खान पान की स्वतंत्रता देंगे। बहनों और भाइयों, मैं पूछना चाहता हूं, ऐसा कौन सा भोजन है अल्पसंख्यकों का? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്തു വേണമെങ്കിലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണം. കോൺഗ്രസും സമാജ്വാദിയും ഭരിച്ചിട്ടും തൊടാതിരുന്ന ഗുണ്ട മാഫിയ സംഘങ്ങളെ ബിജെപി അടിച്ചൊതുക്കി. രാജ്യമാണ് ബിജെപിക്ക് പ്രാധാന്യമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജനം, ഡൽഹി.